വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് പൈവളികയിൽ 15-കാരിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം അനിശ്ചിതത്വത്തിൽ. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വൈകുന്നതാണ് വെല്ലുവിളി ഉയർത്തുന്നത്. മരണകാരണം കണ്ടെത്തണമെന്ന് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, 15-കാരിയെയും യുവാവിനെയും കാണാതായതിനെ തുടർന്ന് നീണ്ട നാളത്തെ തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് ഈ പുനരന്വേഷണം അടക്കം അനിശ്ചിതാവസ്ഥയിലാണല്ലോ. വൃന്ദ, കാസർഗോഡ് പൈവേളികയിൽ 15-കാരിയെയും 42-കാരനെയും കാണാതായി 26-ാം ദിവസം കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് അവരെ കണ്ടെത്തിയത്. കണ്ടെത്തുന്ന സമയത്ത് അവരുടെ മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു. ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഈ അന്വേഷണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് 45 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹത്തിന് ലഭിക്കുമ്പോൾ 13 കിലോയോളം മാത്രമാണ് ഭാരമുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് യുവാവിന്റെയും. ഈ ആന്തരിക അവയവങ്ങൾ നിന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ട് കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് പോലീസ് സർജനും അന്വേഷണ സംഘവും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത് എങ്കിലും പോലും ഇത് ഉറപ്പിക്കാൻ പോലീസിനോ അന്വേഷണ സംഘത്തിനോ പോലീസ് സർജനോ ഇതുവരെ സാധിച്ചിട്ടില്ല. മാതാവിന്റെ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യത വരുത്തണമെന്ന് ഈ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ മൃതശരീരങ്ങൾ മമ്മിഫൈഡ് രൂപത്തിലായിട്ടുള്ളത് കൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ നിന്നും കാര്യമായി ഒന്നും ലഭിക്കില്ല എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാരും ദൃക്സാക്ഷികൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രവുമല്ല, ഇവരുടെ ഫോൺ നിലവിൽ തകർക്കപ്പെട്ട രീതിയിലായിരുന്നു അവശേഷിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഈ ഫോണിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കോടതിയുടെ മുമ്പിൽ അന്വേഷണ സംഘം എന്താണ് ഈ വിഷയത്തിൽ ഈ കേസിൽ പറയുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആധികാരികമായ തെളിവുകൾ കണ്ടെത്തുന്നതിൽ പോലീസിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ ഫലത്തിന് വേണ്ടി ഇവർ നിലവിൽ ഈ സാമ്പിളുകൾ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഈ ഫലം വരും. ആ ഫലത്തിനുള്ളിൽ കാര്യമായ സൂചനകൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇവർക്ക് മറ്റാരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ കാണാതായ ദിവസം ഈ യുവാവിനെ കൊണ്ടുവിട്ടത് ഒരു സുഹൃത്താണ്. പക്ഷെ ആ സുഹൃത്തിനെ ഇതുവരെ കണ്ടെത്താൻ അല്ലെങ്കിൽ ആരാണ് ആ സുഹൃത്ത് എന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇവർ മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് ഈ ദിവസം, അതായത് കാണാതായ ദിവസത്തിന്റെ പുലർച്ചെയാണ് ഈ പെൺകുട്ടിയെ കാണാതായത്. അന്ന് വൈകിട്ട് മരിച്ചെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത്രയും സമയം അവരെവിടെയാണ് കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ അടക്കം പോലീസിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെടുന്നത് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം. ഇത്തരത്തിൽ യുവാവും പെൺകുട്ടിയും മരിച്ചെങ്കിൽ പോലും ഈ കേസിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം കൃത്യമായി പരിശോധിക്കുകയും ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. വൃന്ദ, കാരണം കണ്ടെത്തണമെന്ന് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയും യുവാവിനും കാണാതാവുന്ന സമയത്ത് തന്നെ പോലീസിനെതിരെ ശക്തമായിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം, ഈ തുടരന്വേഷണം പോലും അനിശ്ചിതത്വത്തിലാവുന്ന ഒരു സമയത്ത് പോലീസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ടോ? വൃന്ദ, ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ കേസ് ഡയറി പരിശോധിച്ച സാഹചര്യത്തിൽ കോടതി വിമർശനം മയപ്പെടുത്തുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നാണ് കേസ് ഡയറി പരിശോധിച്ച ഘട്ടത്തിൽ ഈ കോടതി വിലയിരുത്തിയത്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. ഈ പെൺകുട്ടിയെ കാണാതായ ആ ദിവസം തന്നെ പോലീസ് വ്യാപകമായ രീതിയിൽ ഈ പ്രദേശങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഇവരുടെ നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞതനുസരിച്ച് ഈ കാണാതായ യുവാവിന്റെ വീട് അല്ലെങ്കിൽ സ്വദേശം എന്ന് പറയുന്നത് മടിക്കേരി, കർണാടകയോട് ചേർന്ന മടിക്കേരിയിലാണ്.
പിന്നെ പോലീസ് ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. പിന്നീടാണ് പോലീസിന് മനസ്സിലായത് ഔദ്യോഗികമായ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഇവർ എടുത്തിട്ടില്ല. മാത്രമല്ല ഉറ്റവരെയോ സുഹൃത്തുക്കളെയോ ആരും തന്നെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ മരണപ്പെട്ടിരിക്കാമെന്നുള്ള വിലയിരുത്തലായിരുന്നു ആദ്യഘട്ടം മുതൽ പോലീസ് ഉണ്ടായിരുന്നു. അത് ഇത്തരം കാര്യങ്ങൾ പോലീസ് ഈ കേസ് ഡയറിയിൽ എഴുതിയിരുന്നതുമാണ്. ഇത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായത്. എന്തായാലും കോടതി ഈ കേസ് ഡയറി പരിഗണിച്ച സാഹചര്യത്തിൽ ഈ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമായിരുന്നു എന്നൊരു വിലയിരുത്തലായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയത്. പിന്നീട് മൃതദേഹം ലഭിച്ചതിന് ശേഷം സാങ്കേതികമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൃതദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ലഭിച്ച ഒരു മൃതദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുക അത് വലിയ പ്രയാസമേറിയ കാര്യമാണ്. മാത്രവുമല്ല ഈ 45 കിലോയോളം ഭാരമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം 13 കിലോയിലേക്ക് എത്തുകയും യുവാവിന്റേതും സമാനമായ രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ രാസപരിശോധനാ ഫലത്തിൽ നിന്ന് കാര്യമായി ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ഈ മമ്മിഫൈഡ് രൂപത്തിലായിരുന്ന മൃതദേഹത്തിൽ നിന്ന് ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പോലീസ് സർജനും സാധിച്ചിട്ടില്ല. ഇത് രണ്ടുമാണ് പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഇവരുടെ ഫോൺ ലൊക്കേഷനുകൾ അല്ലെങ്കിൽ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇവർ കൂടുതലായും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത് വാട്സപ്പ് മുഖേനയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങളൊക്കെ കണ്ടെത്തുന്നതിൽ ചെറിയ പ്രയാസങ്ങളുണ്ട്. അതിന് കാലതാമസം നേരിടുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകുന്ന രീതിയിലേക്കുള്ള സൂചനകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ട്. കോടതിക്കും അത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളാണുള്ളത്. പക്ഷേ ഈ കേസിൽ പുറത്തു നിന്ന് ആർക്കെങ്കിലും ഈ യുവാവിന് സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ മരണത്തിന് മുമ്പ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇത് ചില ദുരൂഹതകൾ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ വിഷയത്തിൽ ഈ കേസിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വൃന്ദ. ശരി ജോസഫ്.